അങ്ങനെ ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ കണ്ണൂർസ് കിച്ചൺ. ഞാൻ സുധ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു മുട്ട ബിരിയാണി തയ്യാറാക്കിയാലോ? ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈ മുട്ട ബിരിയാണിയെ കുറിച്ചുള്ള വീഡിയോ നമുക്ക് കാണാം. മുട്ട ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജീരകശാല അരിയാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു കപ്പിന് 2 കപ്പ് ജീരകശാല അരിയാണ് എടുത്തത്. ഇനി ഈ അരി നന്നായിട്ട് കഴുകിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിടാം. ഒരു 20 മിനിറ്റ് ഇത് കുതിർത്തിടണം. 5 മുട്ടയാണ് എടുത്തത്, അത് പുഴുങ്ങി വെച്ചതാണ്. ഇനി ഇതിൽ മസാല പുരട്ടി കൊടുക്കണം. അതിന് മുന്നേ ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നല്ലപോലെ മസാല കയറി പോകാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതിന് കുറച്ച് ഹോൾസ് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പോയിക്കോളും. ഇനി ഈ മുട്ടയിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഒരല്പം മുളക് പൊടി ചേർക്കാം, ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം ഇതൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അരി 20 മിനിറ്റ് കുതിർന്നതിന് ശേഷം ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരിപ്പയിലിട്ട് വെക്കട്ടെ. ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് ഇതിന് വേണ്ടുന്ന വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ കപ്പിന് 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിന് 2 കപ്പിന് 3 കപ്പ് വെള്ളമാണ് വേണ്ടത്. 3 കപ്പ് വെള്ളം ഞാനിവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞു. വെള്ളം തിളച്ചു കഴിഞ്ഞു. നമുക്കിത് അങ്ങോട്ടേക്ക് മാറ്റിയിട്ട് ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഷർ കുക്കർ അടുപ്പിലോട്ടേക്ക് വെക്കാം. കുക്കർ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് ആദ്യം 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കുവാണ്. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ ഗീയും കൂടെ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ഹോൾ സ്പൈസസ് ചേർക്കുവാണ്. ഒരു 5-6 ഗ്രാമ്പു, ഒരു 5 ഏലക്ക, 2 കഷ്ണം പട്ട, ഒരു ടീസ്പൂൺ സാജീരകം. 3 ഹോൾ സ്പൈസസ് ആണ് ചേർക്കുന്നത്. 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. നമ്മൾ കഴുകി ഊറ്റി വെച്ച ഒരു 3 മിനിറ്റ് അരി റോസ്റ്റ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ ഒട്ടിപ്പിടിക്കാതിരിക്കുള്ളൂ. 3 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിലേക്ക് തിളപ്പിച്ച് വെച്ച വെള്ളം ഒഴിക്കാം. ഇനി നമുക്ക് ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ പകുതി ജ്യൂസ് നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. കറക്റ്റാണ്. ഇനി നമുക്കിതിൻ്റെ അടപ്പിട്ട് കൊടുക്കാം. ഇതിൻ്റെ വെയിറ്റ് ഇട്ടിട്ടില്ല, വെയിറ്റ് ഇടരുത്. ഇനി നമുക്ക് ഇതിലൂടെ സ്റ്റീം വരുന്നത് വരെ കാത്തു വെക്കാം. അപ്പോൾ ഇതിലൂടെ സ്റ്റീം വന്നു തുടങ്ങി. ഇനി നമ്മൾ തീ ഏറ്റവും മീഡിയം ടു ലോ ഫ്ലെയിമിൽ കൊടുത്തിട്ട് ഒരു 4 മിനിറ്റ് കൂടെ ഇതുപോലെ സ്റ്റീം വരിക്കണം. 4 മിനിറ്റ് സ്റ്റീം വന്നിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യണേ. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്നു വെക്കണം. ഇത് തുറന്നു നോക്കാം. അതിനുശേഷം ഒന്ന് നന്നായിട്ടിത് ഇളക്കിയെടുത്തിട്ട് ഇതേപോലെ തന്നെ തുറന്നു വെക്കണം. ഇനി നമുക്കിത് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് വേറൊരു പാന് അടുപ്പിലോട്ടേക്ക് വെക്കാം. പാൻ ചൂടായതിന് ശേഷം അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണ്, വെജിറ്റബിൾ ഓയിൽ. ഓയിൽ ചൂടായതിന് ശേഷം 2 സവാള വളരെ നേരിയതായിട്ട് അരിഞ്ഞതാണ് ഇത് ഇതിലേക്ക് ഇടാം. ഇനി ഇത് സ്ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കണം. സ്ലൈറ്റ് ഗോൾഡൻ കളർ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസും കൂടെ നമുക്ക് ചേർത്തിട്ട് ഒന്ന് പൊന്തിച്ചെടുക്കാം. അപ്പം മുന്തിരിങ്ങയൊക്കെ നല്ല ബോൾ പോലെ ആയിക്കഴിഞ്ഞു. ഞാനിത് കോരി എടുക്കുവാണ്. അപ്പോൾ ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതേ എണ്ണയിൽ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മുട്ട നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ എണ്ണയിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാളയാണ്, അത് നന്നായിട്ട് കൊത്തി അരിഞ്ഞതാണ്, അത് ചേർക്കാം. ഇനി ഈ സവാള ഒരു സ്ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് ചെറിയ തീയിൽ വഴറ്റി കൊടുക്കണം. സവാള സ്ലൈറ്റായിട്ട് ഗോൾഡൻ കളറായി. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അത് ചേർക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചച്ചവ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റ് എടുക്കും. ഇനി ഞാൻ ചേർക്കുന്നത് 2 തക്കാളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും ഒരു 4 പച്ചമുളക് നീളത്തിൽ കീറിയതും ചേർത്തിട്ട് തക്കാളി ഒന്ന് വെന്തുടയുന്നത് വരെ വഴറ്റി കൊടുക്കണം.
തക്കാളി നന്നായി വന്നതിന് ശേഷം നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അതിനുശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്, കാരണം ഇതിന് നല്ല എരിവാണ്, അതുകൊണ്ട് അധികം ചേർക്കുന്നില്ല. പിന്നീട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിൻ്റെ പച്ചച്ചവ മാറാൻ വേണ്ടിയിട്ട് ചെറിയ തീയിൽ ഒരു 3 മിനിറ്റ് നമുക്ക് വഴറ്റി കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഒരു പിടി മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ചേർക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് മുട്ട ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിൻ്റെ അടപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്യണം. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. ഇനി നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ. ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട്. ഇനി തുറന്ന് വെച്ചിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് കൂടെ ഇത് കുക്ക് ചെയ്യാം. ഇത്രയും മതി. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നതിന് ശേഷം ഇതിൽ നിന്നും പകുതി മുട്ട മസാല നമുക്ക് കോരിയെടുക്കാം. ബാക്കി മസാല ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ വേവിച്ച് വെച്ച ചോറിൽ നിന്നും പകുതി ചോറെടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചോറും മുട്ടയുടെ മസാലയും എല്ലാം കൂടെ. അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരിയും, അതിൻ്റെ പകുതി ഭാഗം നമുക്കിതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില വിതറി കൊടുത്തു. അതിനുശേഷം നമുക്ക് ബാക്കി വന്ന എഗ്ഗ് മസാല ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നതിന് ശേഷം ബാക്കി വന്ന ചോറ് നമുക്ക് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാം. പിന്നീട് കുറച്ച് മല്ലിയില ബാക്കി ഉണ്ടായിരുന്നു, അത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്യാം. പിന്നീട് ഞാൻ യെല്ലോ ഫുഡ് കളറ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചതാണ്, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കി വന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും സവാളയും കൂടിയിട്ടുള്ള ആ മിക്സ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി ഏറ്റവും ടോപ്പിൽ ഒരല്പം ഗരം മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരല്പം റോസ് വാട്ടർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു അല്പം റോസ് വാട്ടർ സ്പ്രെഡ് ചെയ്യാം. നിർബന്ധമൊന്നുമില്ല, എന്നാലും അതിൻ്റെ ഫ്ലേവർ വളരെ നല്ലതാണ്. ഇനി ഏറ്റവും ടോപ്പിൽ ഒരല്പം നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്തോളൂ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിൻ്റെ അടപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ സ്റ്റവ് ഓൺ ചെയ്യട്ടെ. അപ്പോൾ ആദ്യത്തെ ഒരു 2 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിം കൊടുക്കണം. 2 മിനിറ്റിന് ശേഷമാണ് നമ്മൾ ഏറ്റവും ചെറിയ തീയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ 2 മിനിറ്റ് ഒന്ന് കഴിയട്ടെ. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ തീ സിമ്മിൽ കൊടുക്കുവാണ്. ഇനി 10 മിനിറ്റാണ് നമുക്കിത് ദം ചെയ്യാൻ ആവശ്യം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഒരു 5 മിനിറ്റ് ഇതുപോലെ ഇരുന്നതിന് ശേഷം മാത്രം സെർവ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ട ബിരിയാണി റെഡിയായി കഴിഞ്ഞു. ഇത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. നമ്മുടെ മക്കൾക്ക് ഇതൊന്നും തികയും തോന്നില്ല. എല്ലാവരും കൂടി ഒരു പിടി പിടിച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ തീർന്നു കിട്ടും. അപ്പോൾ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഈ മുട്ട ബിരിയാണിയെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യുക. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന് ശേഷം വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ കിട്ടുന്ന ഓപ്ഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം. വീണ്ടും മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.